ഇനി നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നത് ഞാൻ ഇവിടെ ഒരു കയറ്റത്ത് തന്നെ വാഹനം മുന്നോട്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഏറ്റവും ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളത് ശരിയായ രീതിയിൽ ചെയ്യേണ്ട ഒരു മെത്തേഡും കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടി മാത്രമല്ല, വാഹനം ആവറേജ് നന്നായി ഓടിക്കുന്ന പല ആൾക്കാരും കയറ്റത്ത് വാഹനം എടുക്കുമ്പോൾ ചെയ്യുന്ന വലിയൊരു അബദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വാഹനം ഓടിക്കുന്നവരും ആവറേജ് നന്നായിട്ട് ഓടിക്കുന്നവരൊക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇനി എന്താണ് ആ ഒരു മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പല ആൾക്കാരും വാഹനം കയറ്റത്തെടുക്കുന്ന അവസരങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കയറ്റത്തെടുക്കാറുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കയറ്റത്ത് വാഹനം എടുക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലവും ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നവുമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കയറ്റത്ത് വാഹനം എടുക്കുന്ന അവസരങ്ങളിൽ നോർമലായിട്ട് നമ്മൾ ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ കയറ്റത്ത് വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് എപ്പോഴും ഹാൻഡ് ബ്രേക്കിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നത് ഞാൻ ഇവിടെ ഒരു കയറ്റത്ത് തന്നെ വാഹനം മുന്നോട്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഏറ്റവും ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളത് ശരിയായ രീതിയിൽ ചെയ്യേണ്ട ഒരു മെത്തേഡും കാണിച്ചു തരാം. ഓക്കെ, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇവിടെ റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഇവിടെ ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഞാൻ അങ്ങോട്ട് നമ്മുടെ വാഹനം കയറ്റുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇത് ആവറേജ് കുത്തനെയുള്ളൊരു കയറ്റത്താണ് ഇപ്പോൾ നമ്മൾ വാഹനവുമായിട്ട് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടേക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു. ഇനി പല ആൾക്കാരും കയറ്റത്ത് വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടും. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് അയക്കും. പതുക്കെ കാലയച്ച് വാഹനം ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ എന്ന് നോക്കും. റോൾ ആകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് കാല് അയച്ച് വാഹനം മുന്നോട്ട് പോകുന്ന ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കും. ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്ന എല്ലാം കറക്റ്റാണ്. അതിനുശേഷം എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ ഒരു ഹാഫ് മുന്നോട്ട് കൊടുത്ത് വാഹനത്തെ മൂവ് ആക്കാൻ ശ്രമിക്കും. ആവറേജ് വണ്ടി മൂവ് ആയി കഴിയുമ്പോഴാണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് കുറച്ച് സമയമെങ്കിലും എൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പാഡ് തേയാനും അതോടൊപ്പം തന്നെ ക്ലച്ചിന്റെ ലൈഫ് തീരാനും അതുകൂടാതെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ ഡാമേജ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത് നിങ്ങൾ ഹാൻഡ് ബ്രേക്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. ഒട്ടുമിക്ക വാഹനങ്ങളിലെയും ബാക്കിലെ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ്. ഈ ഡ്രം ബ്രേക്കിനുള്ളിൽ തന്നെയാണ് ഹാൻഡ് ബ്രേക്കിന്റെ സംവിധാനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഡ്രം നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ ഡ്രമ്മിനകത്ത് ബ്രേക്ക് പാഡ് കാണാം. ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഈ ഒരു രീതിയിലിരിക്കും. അതിന്റെ പടം ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ ബ്രേക്ക് പാഡിന് മേളിലായിട്ട്, അതായത് ഈ ഒരു ഭാഗത്ത് മേളിലായിട്ട് ഒരു ബ്രേക്ക് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഹൈഡ്രോളിക് സിലിണ്ടറിലേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ ചെല്ലുകയും ഹൈഡ്രോളിക് സിലിണ്ടറിനുള്ളിലുള്ള ഒരു പിസ്റ്റൺ കൃത്യമായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വന്ന് ബ്രേക്ക് പാഡിലേക്ക് ചേരുമ്പോൾ ബ്രേക്ക് പാഡ് വിരിഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിന് ഡ്രമ്മിലേക്ക് ചേരും. ഡ്രമ്മിലേക്ക് ചേരുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിന് ബ്രേക്ക് സംഭവിക്കുന്നത്. ഈ സെയിം സിസ്റ്റം മറ്റൊരു രീതിയിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്കിന് ഡ്രമ്മിന്റെ ഉള്ളിൽ, ബാക്കിലെ 2 ടയറിന്റെ ഡ്രമ്മിന്റെ ഉള്ളിൽ ഒരു സ്പ്രിംഗ് ആക്ഷനോട് കൂടി ഒരു ലിവർ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്ന സമയത്ത് ഈ ലിവർ കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പാഡുമായിട്ട് ചേർന്ന് ഒരു അകലം സൃഷ്ടിക്കുന്നു. ഈ അകലം കൃത്യമായിട്ട് വാഹനത്തിന്റെ ഡ്രമ്മുമായിട്ട് ചേരുന്ന സമയത്താണ് വാഹനം മൂവ് ആകാതെ ഹാൻഡ് ബ്രേക്കിൽ അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്കിൽ ഒരു വാഹനം നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ കറങ്ങുന്നതിനോടൊപ്പം വണ്ടിയുടെ ബ്രേക്ക് പാഡിന് തേയ്മാനം സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിള് വലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി മൂവ് ആക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ കേബിളിനും കംപ്ലൈന്റ് വരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി കൂടുതലായിട്ട് മൂവ് ആകാത്തത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു പ്രഷർ ക്ലച്ചിലേക്ക് ചെല്ലുകയും ക്ലച്ചിനും കംപ്ലൈന്റ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ കയറ്റത്ത് വാഹനം എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ശരിയായ രീതി എന്താണ്? കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക,
വാഹനം മൂവ് ആക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കണം. ഒരുപാട് സമയം നിങ്ങൾ ക്ലച്ച് താങ്ങി വെക്കാനും പാടില്ല. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഞാനിത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലൊന്ന് അയച്ചു നോക്കുകയാണ്. വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. വളരെ വേഗത്തിൽ ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേറ്റർ കൊടുക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്ത് നമ്മൾ വാഹനം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് എടുത്തു. ഒരുപാട് സമയം നമ്മൾ ക്ലച്ച് താങ്ങി കൊടുക്കാനും പാടില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ച് മാത്രമേ ഒരു വാഹനം മുന്നോട്ട് എടുക്കാവുള്ളൂ. ഞാൻ ഈ ഒരു കയറ്റം കയറിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഞാൻ ഓൾറെഡി ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു. ഇപ്പോൾ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇത്തരത്തിൽ കയറ്റം കയറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ വാഹനം മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ. ഒരറിവും ചെറുതല്ല. ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.